നിങ്ങൾ വെച്ചോക്കൂ, സ്വവർഗരതി, സ്വതന്ത്ര ലൈംഗികത, ഇതൊക്കെ ഇന്ന് നമുക്ക് അറപ്പുണ്ടാക്കുമെങ്കിലും സ്വതന്ത്രമായി എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതൊരു അവകാശവാദമായി. നിങ്ങൾ വെച്ചോക്കൂ, പോൺ കൾച്ചർ ഇത് വലിയ രൂപത്തിൽ ഉണ്ടായി വികസിച്ചു വരികയാണ്. പോണോഗ്രഫി കാണുക എന്നത്, അശ്ലീലമായ ചിത്രങ്ങളും വീഡിയോകളും കാണുക എന്നത് അത് തങ്ങളുടെ അവകാശമായി. എത്രത്തോളം കാനഡയിൽ ഈ ഇടയ്ക്കാണ് ഒരു കുട്ടി, 16 വയസ്സുകാരനായ ഒരു കുട്ടി, അവൻ തന്റെ വീട്ടിൽ സ്വകാര്യമായി അവൻ സോഫയിൽ ഇരുന്നു കൊണ്ട് കണ്ട അശ്ലീല വീഡിയോ തന്റെ അമ്മ അത് കാണുകയും അവനോട് ഇത് കാണരുത് എന്ന് പറഞ്ഞ ഫോൺ വാങ്ങിക്കുകയും ചെയ്തപ്പോൾ ഇവൻ അവിടെ ആ കുട്ടി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ശേഷം നേരെ പോയി അവിടെ കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നു. എന്റെ അവകാശത്തിന് മേൽ അമ്മ കടന്നു കയറിയിരിക്കുന്നു, അമ്മയ്ക്ക് എന്ത് അവകാശമുണ്ട് എന്നോട് ഇത് കാണരുതെന്ന് പറയാൻ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ആ കോടതി വിധി വന്നത് ഈ കുട്ടിക്ക് അനുകൂലമായിട്ടായിരുന്നു എന്നതാണ് കുട്ടി വായിക്കേണ്ടത്. മറിച്ചുകൊണ്ട് സമൂഹം എങ്ങോട്ടാ പോകുന്നത്? പോണോഗ്രഫി വീഡിയോ കാണുന്നത് പോലും അവകാശമായിട്ട് മാറുന്ന ഒരു സാഹചര്യം. ഇതുപോലെ തന്നെ പല വിധത്തിലുള്ള സെക്ഷൽ ഓറിയന്റേഷനുകൾ ഇവിടെ വിശദമായിട്ട് അത് പറയും. LGBTQIA അവിടെ നിൽക്കുമെങ്കിലും ഓക്കെ ആയിരുന്നു അല്ലേ? അതും ഓക്കെ അല്ല നമുക്കറിയാം, വഴിയെ പറയും. എന്നാൽ അതിന് ശേഷം ഒരു പ്ലസ് ഉണ്ട്. ഈ പ്ലസ് ഒരു തുറന്ന വാതിലാണ്. ഇത് എങ്ങോട്ടും പോകാം, ആർക്കും ആരുമായും ലൈംഗികമായ അഭിനിവേശവും ആഭിമുഖ്യവും ഒക്കെ തോന്നാം, അതൊക്കെ പ്രകടിപ്പിക്കാം, അത് ആസ്വദിക്കാം, അതിന് യാതൊരു ബൗണ്ടറിയും സീമകളും വെക്കേണ്ടതില്ല എന്ന് പറയുന്ന അത്തരം ആശയങ്ങൾ ഇന്ന് കൊണ്ട് എത്തി നിൽക്കുന്ന എവിടെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.